ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ രുചികരമായ ഒരു നെല്ലിക്ക ചാറോട് കൂടിയതാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. 1/2 കിലോ നെല്ലിക്ക എടുത്തിരിക്കുകയാണ്. ഇത് ദോശ, ഇഡലിയൊക്കെ ചോറൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതിയാകും. ചമ്മന്തിയൊന്നും ഉണ്ടാക്കി നമുക്ക് ബുദ്ധിമുട്ടേണ്ട. അതിന് ഒരു സ്റ്റീമർ എടുത്തിരിക്കുകയാണ്. അതിന് കുറേ ഭാഗത്ത് വെള്ളം നിറച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇഡലി പാത്രം എടുക്കാവുന്നതാണ്. എന്നിട്ട് തട്ട് വെച്ചിട്ട് 1/2 കിലോ നെല്ലിക്ക എടുത്ത് തട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണ് ഇത് തട്ട് വെച്ചിട്ട് വെക്കേണ്ടത്. 10 മിനിറ്റ് നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി കയറ്റുക. അത് ആവി കയറ്റാൻ വെച്ചിരിക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ. എന്നിട്ട് ഒരു പച്ചമുളകും 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി അത്രയും നല്ലത്. ചെറിയ കപ്പെടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇത് ചെറുതായിട്ടൊന്ന് ചതച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കുകയാണെങ്കിൽ അതിന് നല്ല ചാറോടുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നെല്ലിക്ക വെന്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് നെല്ലിക്ക കണ്ടോ വെന്ത് പൊട്ടി ഇങ്ങനെ ഇതളിതളായിട്ട് നമുക്ക് എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ പൊട്ടി വിടർന്ന് വരും. അപ്പോൾ ആണ് 10 മിനിറ്റ് മതിയാവും ഹൈ ഫ്ലെയിമിൽ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി തണുക്കാൻ വേണ്ടി നെല്ലിക്ക വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്ത് പാത്രത്തിൽ ചൂടായ ഫ്രൈയിങ് പാനിലോട്ട് ഒഴിക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളകും കൂടി ഇതായിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതാ നെല്ലിക്ക തണുത്തിട്ടുണ്ട് കണ്ടോ, നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകൊക്കെ നല്ല മൂത്ത് അതിൻ്റെ രുചി ഇറങ്ങുന്നതിന് ശേഷം നമുക്ക് ഈ മിക്സിയിൽ അരച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് തട്ടി കൊടുക്കാം. അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാണ് ഇത് വച്ചിരിക്കുന്നത്. കോപ്പർ ബോട്ടം പാത്രമാണ്, അതിനാൽ ചൂട് കുറച്ച് മതി. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. മൂത്തപ്പോഴേക്ക് കായ ഒരു 3/4 ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂൺ കായ, 3/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, പച്ച ഉലുവയാണ്, ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ്. അതെല്ലാം നല്ല മൂക്കേണ്ടതായിട്ട് ഉണ്ട്. മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഉലുവയുടെയും കായത്തിൻ്റെയും മല്ലിയുടെയൊക്കെ നല്ല മണം വന്നിട്ടുണ്ട്. നല്ല മൂപ്പിക്കുക. നെല്ലിക്കയ്ക്ക് നല്ലവണ്ണം മൂപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് കാരണമാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി തട്ടി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ തട്ടിയതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇതിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് നല്ലെണ്ണയൊക്കെ നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചൂടിൽ തന്നെ കിടന്ന് പിന്നെ ഇത് മുളക് നല്ലവണ്ണം മൂക്കുന്നതാണ്. അപ്പം മുളക് ഇതിൽ തന്നെ ഇരുന്ന് മൂക്കുന്നതിന് വേണ്ടി ഈ പാത്രത്തിൽ തന്നെ തന്നെ വെച്ചേക്കുക. അപ്പോൾ നല്ല മൂത്ത് കിട്ടുന്നതാണ്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളകിൻ്റെയൊക്കെ നല്ല മണം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെല്ലിക്ക എടുക്കാം. നെല്ലിക്ക തണുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ നെല്ലിക്കയുടെ ഇതെല്ലാം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. പച്ച നെല്ലിക്ക അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പച്ച നെല്ലിക്കയെക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ. ഇതുപോലെ ഇങ്ങനെ ഇതളായിട്ട് നമുക്ക് പിച്ചാത്തി കൊണ്ട് അരിയുന്നതാണ് എളുപ്പം. കണ്ടോ, ഇങ്ങനെ അരിഞ്ഞ് എടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് നെല്ലിക്ക ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഒരു ഇതളിനെ തന്നെ ഒരു 2ആയിട്ട് തന്നെ 3 ഒരു ഇതളിനെ നമുക്ക് 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പം കനം കുറച്ചപ്പം എടുക്കുമ്പോഴത്തേക്ക് ഉപ്പും മുളകും ഒക്കെ പിടിക്കുന്നതാണ്. നെല്ലിക്ക കുരുവൊക്കെ മാറ്റിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട്, ഒരു 1/2 ടീസ്പൂൺ കൂടി 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടാം. ഇതിൽ കാണിച്ചത് ഞാൻ ടേബിൾ സ്പൂണിലാണ് കാണിച്ചത്, അതുകൊണ്ട് ടീസ്പൂണല്ല. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് ഒന്ന് ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് അതിൽ ഉപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് നിരത്തി അങ്ങ് വയ്ക്കാം.
ഇതിൽ നിന്ന് തന്നെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചാൽ തന്നെ നല്ല രുചിയാണ് ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിക്കുമ്പോഴേക്ക്. ഞാൻ നേരത്തെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉണക്കി 2 ദിവസം ഇതുപോലെ ഉണക്കിയെടുത്തത് വച്ചിട്ടുണ്ട്. അത് വർഷങ്ങളോളം ഇരിക്കുന്നതാണ്. അത് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ചീനച്ചട്ടിയിൽ ഓഫ് ചെയ്ത് ചീനച്ചട്ടിയിൽ തിളച്ച വെള്ളം, ഒരു 3/4 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലോട്ടൊന്ന് വയ്ക്കാം. വെള്ളം വെട്ടി തിളച്ച് ഈ ചാറൊക്കെ ഒന്ന് കുറുകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ വെള്ളത്തിലോട്ട് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ഉലുവ, കായം, ഇതിൻ്റെയൊക്കെ എല്ലാം ടേസ്റ്റ് ഇറങ്ങി വരുന്നതാണ്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം. 3/4 ലിറ്റർ. നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്ന 1 ലിറ്ററാണ് ഒരു കവറിൽ. അതേപോലെ നോക്കിയാൽ മതിയായിരിക്കും. മതി. അപ്പോൾ ഇപ്പം തന്നെ നല്ല മണമാണ് വന്നത്. വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നെല്ലിക്കയിൽ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചായിരുന്നു. 1 ടീസ്പൂൺ ഇട്ട് വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ആ ഫ്ലെയിമൊക്കെ നല്ലവണ്ണം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴേക്കും നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ചാറൊന്ന് കുറുകി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തണുത്തതിന് ശേഷം മാത്രമേ നെല്ലിക്ക ഇടാവൂ. ചാറൊന്ന് കുറുകി ഇങ്ങനെ വെട്ടി തിളച്ച് കുറുകി വരുമ്പോഴേക്കും കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കുറുകി വരണം. ഇപ്പോൾ നിങ്ങൾക്ക് വെളിയിലാണ് നെല്ലിക്ക വയ്ക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാതെ വെളിയിൽ വയ്ക്കാതെ ഇരിക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇതിൽ കൂടെ ഇട്ട് തിളപ്പിക്കുക. ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല. ഞാൻ 2 ദിവസം വെളി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. 3-4 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. വേറിട്ട നല്ല ടേസ്റ്റാണ്. ഇരിക്കും തോറും ഇതിൻ്റെ നല്ല ടേസ്റ്റാണ് ഈ നെല്ലിക്ക. ഉണ്ടാക്കണതിൻ്റെ അന്ന് അത്ര ടേസ്റ്റ് കാണില്ല. 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പം നല്ല ചാറോട് കൂടിയ നല്ല നെല്ലിക്കയാണ് കിട്ടുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നെല്ലിക്ക ഇടാവൂ. ഇനി അടുത്തൊരു വീഡിയോയും വരാം.